നമസ്കാരം. ആയുർവേദത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് മുഖത്തുണ്ടാകുന്ന മുഖക്കുരു പോയതിന് ശേഷമുള്ള പാടുകൾ എങ്ങനെയാണ് നമ്മൾ ആയുർവേദ വിധിപ്രകാരം എങ്ങനെയാണത് കളയുന്നതെന്നുള്ളതാണ്. അപ്പോൾ ആയുർവേദത്തിൽ തന്നെ നമ്മൾ ഇതൊരു പിത്ത വിശേഷൻ, അതായത് പിത്തത്തിൻ്റെ ഒരു കൂടുതൽ കാരണമാണ് നമ്മുടെ മുഖത്ത് ഈ പാടുകളായിട്ട് അവശേഷിക്കുന്നത്. അപ്പോൾ നമ്മൾ പിത്തം കുറയ്ക്കുകയാണ് ചെയ്യുന്നത്. അതിനുവേണ്ടി നമുക്ക് ഇപ്പോൾ വളരെ ഡീപ്പായിട്ടുള്ള സ്കാർസാണ്, നമ്മൾ ഭയങ്കരമായിട്ട് കുറേ നാളായിട്ട് നിൽക്കുന്നതാണെങ്കിൽ നമുക്ക് രക്തമോക്ഷം ചെയ്യാറുണ്ട്. അതുപോലെ ചെറിയ പാടുകളൊക്കെ ആണെങ്കിൽ നമുക്ക് വിരേചനം ചെയ്യുമ്പോൾ തന്നെ നല്ലൊരു മാറ്റം വരുന്നത്. നമ്മുടെ ബോഡി മൊത്തത്തിലൊരു ഡീടോക്സിഫിക്കേഷൻ ലെവൽ ഇതിലോട്ട് കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് വിരേചനം ചെയ്യുന്നതിലൂടെ തന്നെ മുഖത്തിലെ പാട്, അതായത് വളരെ ഡീപ്പായിട്ടുള്ളതും ചെറിയ പാടുകളും നല്ല രീതിയിൽ കുറയ്ക്കാൻ പറ്റും. അതുപോലെ നമ്മൾ ഇൻറ്റേർണലി കഷായം എടുക്കാറുണ്ട്, അതായത് മഞ്ചിഷ്ടാദി കഷായം, ലോദ്ര കഷായം, അതൊക്കെ നമ്മൾ എടുക്കാറുണ്ട്. ഇങ്ങനെ എടുക്കുന്നതിലൂടെ നമ്മുടെ ബോഡി ഒരു ലിവർ ഡീടോക്സിഫിക്കേഷനൊക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ സ്കിന്ന് കുറച്ചുകൂടെ ക്ലിയർ ആവുകയും ബ്രൈറ്റ് ആവുകയും ചെയ്യും. അതേപോലെ ആരോഗ്യവർദ്ധനയും വഴി ഇതൊക്കെ കൃത്യമായ ഒരു ഫിസിഷ്യൻ്റെ നിർദ്ദേശപ്രകാരം മാത്രം കഴിക്കേണ്ട മെഡിസിൻസ് ആണ്. അപ്പോൾ അതിനുശേഷം നമുക്ക് എക്സ്റ്റേണലി കൊടുക്കാവുന്ന മെഡിസിൻ എന്ന് പറയുന്നത് നമ്മൾ നീം, അതായത് ആര്യവേപ്പിൻ്റെ ഇല വെച്ചിട്ടുള്ള ഫേസ് പാക്കുകൾ, അതേപോലെ കുങ്കുമാതി ഓയിൽ, അത് കൃത്യമായി അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നല്ലപോലെ സ്കാർസ് നല്ലപോലെ ഫെയ്ഡ് ആവുന്നത് കാണാം. അതേപോലെ നമ്മൾ മഞ്ഞൾ, ചന്ദനം പോലുള്ള, അതുപോലെ രക്തചന്ദനം, മഞ്ചിഷ്ട പോലുള്ള ചൂർണം വെച്ചിട്ട് നമ്മൾ ഫേസ് പാക്ക് അപ്ലൈ ചെയ്യുമ്പോഴും നല്ലപോലെ ആക്നെ സ്കാർസ് കുറയും. അപ്പം കൃത്യമായിട്ട് നമ്മളൊരു ധൃതി പിടിച്ച് ചെയ്യുന്നതിനേക്കാളും കുറച്ച് സമയമെടുത്ത് ചെയ്യുന്നതാണ് എപ്പോഴും ഒരു ലോങ് ലാസ്റ്റിംഗ് ആയിട്ടുള്ള റിസൾട്ട് കിട്ടുക. പെട്ടെന്നൊരു ക്രീമോ എന്തെങ്കിലും ഉപയോഗിച്ച് പെട്ടെന്ന് ഇത് കളയാമെന്ന് വിചാരിച്ച് കഴിഞ്ഞാൽ അത് പോവില്ല, കൂടുതൽ സ്കിന്നിന് ഡാമേജ് ആവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഈ ഒരു മെഡിസിൻസിനെ പറ്റി ഒരു അവബോധമുണ്ടായി എന്ന് വിശ്വസിക്കുന്നു. അപ്പം തീർച്ചയായും മറ്റ് സ്കിൻ റിലേറ്റഡ് ആയിട്ടുള്ള എന്ത് ട്രീറ്റ്മെൻറ്റ് ആണെങ്കിലും നിങ്ങൾക്ക് ഓംകാര ഹെൽത്ത് കെയറുമായിട്ട് ബന്ധപ്പെടാവുന്നതാണ്. കോൺടാക്ട് നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കൂടുതൽ എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ ചോദിക്കാവുന്നതാണ്, അല്ലെങ്കിൽ പേഴ്സണലി നിങ്ങൾക്ക് വിളിച്ച് സംസാരിക്കാവുന്നതാണ്. അപ്പോൾ അടുത്തൊരു എഫക്റ്റീവ് വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ.